എന്നും ഉച്ചത്തേക്കുള്ള ഫുഡ് നമ്മൾ പ്ലേറ്റിലല്ല കഴിക്കുക. അപ്പൊ ഇന്നൊരു വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചു. പൊതിച്ചോറ് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാട്ടെ ഞാന്. തേജുവിന് ഈടായിട്ട് പച്ചമാന്തൽ ഭയങ്കര ഇഷ്ടമായിട്ട്, അപ്പൊ അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വറുക്കുന്നുണ്ട്. അതിന്റെ കൂടെ പയറുപ്പേരി ആയിട്ട് വെക്കണത്. എനിക്കും ഈ പച്ചമാന്തൽ ഭയങ്കര ഇഷ്ടമാട്ടോ വറുത്തത്. പിൻഷാട്ടിന് ഇന്ന് വിസിറ്റ് ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ പോയിട്ടില്ല. അപ്പൊ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പോഴേക്കും എല്ലാം റെഡി ആക്കാന്ന് വിചാരിച്ചു. ഞാൻ 12 മണിയാകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആക്കിയിട്ട് പൊതിയൊക്കെ കെട്ടിയിട്ട് വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ വിൻഷാട്ടൻ വരാൻ നന്നായി വൈകിട്ട് 3 മണിയോട് കൂടിയിട്ട് തോന്നുന്നു വിൻഷാട്ടനൊക്കെ വന്നത്. പിന്നെ ഇത് മോരുകറി കേട്ടോ. മോരുകറി തലേന്നത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറെ കറി വെച്ചില്ല കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്തു. പൊതിച്ചോറെന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഓർമ്മ വരും അതിൽ മടങ്ങിയിരിക്കുന്ന ഓംലേറ്റിന് കേട്ടോ. അപ്പൊ അതിനൊരു കുറവ് വരുത്താൻ പാടില്ലല്ലോ. അങ്ങനെ നല്ല കുരുമുളക് പൊടിയൊക്കെ വെതറിയിട്ട് ഇതിൽ ഓംലേറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മീൻ വറുത്തിട്ടും മുട്ട പൊരിച്ചിട്ടൊക്കെ എണ്ണയൊക്കെ തെറിച്ചിട്ട് ഒന്ന് വൃത്തികേടായി ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പൊ അങ്ങനെ ഓംലേറ്റും മീൻ വറുത്തതും ചോറും പയറുപ്പേരിയും മോരുകറിയും പിന്നെ നമുക്ക് അപ്പുറത്തുനിന്ന് സുധിച്ചേച്ചി നല്ല മീൻകറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞഞ്ചാള അത് വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ സുധിച്ചേച്ചിയുടെ അവിടെ നിന്ന് തന്നെ ഞാൻ വാഴലയും കൂടി ഒപ്പിച്ചുവിട്ടാ. പിന്നെ വേഗം പൊതി കെട്ടി വെക്കാനുള്ള പ്ലാനിലാട്ടോ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ അതിന്റെ മുകളിൽ കൂടെ നന്നായി വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ വെച്ചത് നമ്മുടെ ഉപ്പിലിട്ട മുളകും ഉപ്പിലിട്ട മാങ്ങയായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞിട്ട് പിന്നെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആട്ടോ. വിൻഷാട്ടന്റെ വീട്ടിലാകുമ്പോൾ വിൻഷാട്ടൻ ഇതുപോലെ പൊതിച്ചോറാണ് ഡെയിലി ഓഫീസിലേക്ക് കൊണ്ടുപോയിണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ വിൻഷാട്ടൻ പാത്രത്തിലൊക്കെ ചോറ് കൊണ്ടുപോയി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പൊതിയെ ഞാൻ കേമത്തിയാട്ടോ. സത്യം പറഞ്ഞ ഇതെല്ലാം സെറ്റാക്കിയപ്പോഴേക്ക് എനിക്ക് മൊത്തം കിളി പോയിണ്ടായിരുന്നു. വേഗം ചെന്നതേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇനി ആ പാത്രം കഴുകി ഇത് കാണിച്ചില്ല എന്ന് വേണ്ടതേ ക്ലാസ് ഒക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മുടെ തേജപ്പന്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാനാട്ടാ പോയിരുന്നത്. അപ്പൊ തേജപ്പതേ കുറച്ചേരം എൻ്റെ അടുത്ത് സ്നേഹപ്രകടനമൊക്കെ കാട്ടി. അവിടുന്ന് കുറച്ചിനപ്പോഴേക്ക് വിൻഷാട്ടനും വന്നു. നേരത്തെ വന്നോണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകൊണ്ട് വരുമെന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു കേട്ടോ. വണ്ടിയുടെ ബാക്ക് സീറ്റ് ഒക്കെ അഴിച്ചു മാറ്റിയിട്ടാ വന്നേക്കണത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങാൻ പോവാന്ന്. ഞാൻ ഫ്രണ്ടിലിരിക്കും, അമ്മ എവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു നീ ഞാൻ ഫ്രണ്ടിലിരിക്കും. അപ്പൊ ഞാൻ എവിടെ ഇരിക്കുക. ഫ്രണ്ടിൽ ഞാൻ ഇരിക്കും, നീ ഇരിക്കില്ല. വിൻഷാട്ടിനെ കാത്തിരുന്നിട്ട് 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞാനും തേജപ്പിനും ഇതേ ഫുഡ് എടുക്കാൻ ഓടുകയായിരുന്നു കേട്ടോ. പിന്നെ അതേ പ്ലേറ്റ് കൊടുന്നു വെച്ചു. ചെറുതായിട്ട് നനഞ്ഞുണ്ടായിരുന്നു കേട്ടോ. കുറെ നേരമായാലും നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട്. തേജപ്പൻ അങ്ങനെ എല്ലാ കറികളും പിടിക്കാത്തതുകൊണ്ട് തന്നെ അവന് മാത്രമായിട്ട് ഞാൻ ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനും വിൻഷാട്ടിനും ഒരു ഇലയിൽ കഴിച്ച് ഒരു പായയിൽ കിടന്നുറങ്ങിയവരായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.